മുകളിൽ കാണുന്നതാണ് കുടുക്കത്തുപാറ. ഈ പടി ഇങ്ങനെ ഓരോന്നും ശ്രദ്ധിച്ച് നമുക്ക് കയറേണ്ടി, അല്ലെങ്കിൽ അത് കാലിൽ തെറ്റിയാൽ താഴേക്ക് പോകും. കുടുക്കത്തുപാറ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും സൗന്ദര്യം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കൊല്ലം അഞ്ചലിലെ കുടക്കത്തുപാറയിലാണ് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്ന പ്രകൃതി മനോഹാരിത. പാറക്കെട്ടുകളിൽ മഞ്ഞു പെയ്യുന്ന ദൃശ്യവിസ്മയം. എന്തുകൊണ്ടും സഞ്ചാരികളുടെ പറുദീസയാണ് കുടക്കത്തുപാറ. കുടുക്കത്തുപാറയുടെ ആദ്യ ഭാഗമാണിത്. ഇപ്പോൾ തന്നെ കാണാം ഇതിൻ്റെ ദൃശ്യമനോഹാരിത എത്രത്തോളം ഉണ്ടെന്ന്. ഓരോ തലങ്ങൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോഴും ഈ ദൃശ്യം കൂടുതൽ കളർഫുൾ ആയിക്കൊണ്ടേയിരിക്കും. മരത്തണലിലൂടെ കാടിൻ്റെ നടുവിലൂടെ 1 കിലോമീറ്റർ നീണ്ടൊരു യാത്ര. ആ യാത്രക്കൊടുവിലാണ് ഈ കുടുക്കത്തുപാറ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ദൃശ്യഭംഗി നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ കഴിയുക. പക്ഷേ ഈ മരങ്ങളുടെ നടുവിലുള്ള യാത്ര അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. കുടുക്കത്തുപാറയുടെ മറ്റൊരു പ്രത്യേകതയാണ് കാട്ടിനുള്ളിലെ കാവ്. എങ്ങനെയാണ് ഒരു കാട്ടിനുള്ളിൽ കാവ് വന്നത് എന്നത് സ്വാഭാവികമായ ഒരു സംശയമായി നിലനിൽക്കാം. നമുക്ക് ഈ കുടുക്കത്തുപാറയുടെ ടൂറിസ്റ്റ് ഗൈഡ് കൂടിയായ ജോയിക്കുട്ടി ചേട്ടൻ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഈ കാട്ടിനുള്ളിൽ ഈ കാവ് വന്നത്? വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആദിവാസി കോളനി ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഉൾവനത്ത് ആദിവാസികളുണ്ടായിരുന്നു. അവർ വന്ന് ഇങ്ങനെ ഇവിടെ വിളക്കൊക്കെ വെച്ചു. ഇതിലെ അങ്ങോട്ട് താഴോട്ട് പോകുന്ന വഴിക്ക് അവിടെ കുടുക്കത്ത് കുത്തമ്മീടെന്ന് പറഞ്ഞിട്ട് ഒരു 2-3 വീട്ടുകാർ താമസം ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് കുടുക്കത്ത് കാവെന്നും പറഞ്ഞതിന് പേര് വന്നു. ഇപ്പോഴും ഇവിടെ ആരാധനയൊക്കെ നടക്കും? ഉണ്ട്. ഇപ്പോഴുണ്ട്. നമ്മുടെ പ്രത്യേക ദിവസങ്ങളിലെല്ലാം അവർ പൊങ്കാലകൾ നടത്തുന്നുണ്ട്, വിളക്കുകൾ വെക്കുന്നുണ്ട്. അത് ഇവിടെ ഒരു കോളനിയുണ്ട്, ഈ റീജിയനിലൊരു കോളനിയുണ്ട്. അവിടെ നിന്ന് വന്ന് പൊങ്കാലകളെല്ലാം നടത്തുന്നുണ്ട്. പിന്നെ ചില അമ്പലങ്ങളിൽ തന്നെ അവിടുത്തെ ഉത്സവത്തിൻ്റെ തലേ ആഴ്ച ഇവിടെ വന്ന് വിളക്കൊക്കെ വെച്ച് പൊങ്കാല നടത്തിയിട്ട് അവരിവിടെ പരിപാടികൾ നടത്തുന്നു. കുടുക്കത്തുപാറയിലേക്കുള്ള ആദ്യ പടിയാണ്. ഇവിടെ നിന്നാണ് ഈ പാറയിലേക്ക് നമ്മൾ കയറുന്നത്. അതിനു മുമ്പ് ഈ പാറയിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ഒരു ദൃശ്യഭംഗിയാണ് ഈ കാണുന്നത്. തിമിംഗലപ്പാറ എന്നാണ് ഈ പാറയെ അറിയുന്നത്. എന്താണ് ഈ പാറയുടെ പ്രത്യേകത? പ്രത്യേകത ഒന്നുമില്ല. നേരത്തെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിത് ട്രെയിനിൻ്റെ ഒരു ബോഗിയാണ് കിടക്കുമായിരുന്നു. ട്രെയിൻ പാറയായിരുന്നു നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ ഇങ്ങനെ അളവ് മാറിയതുകൊണ്ട് തിമിംഗലം പാറ എന്ന് പേരിട്ടിരിക്കുകയാണ്. ഞാൻ മേളിൽ കയറി കഴിഞ്ഞാൽ 19 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നല്ല ഇടമൊക്കെ ഉണ്ട്. പക്ഷേ അതത്ര ക്ലിയർ ആക്കാതെ ഇട്ടിരിക്കുകയാണ്. കാരണം ആരൊക്കെ മേളിൽ കയറി ആരും മറിഞ്ഞു വീണാൽ പിന്നെ നമ്മൾ അതുകൊണ്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇവിടെ മുതലാണ് ഇതിൻ്റെ ദൃശ്യഭംഗി. ഇവിടെ നിന്നാണ്. ഇവിടുന്ന് 360 സ്റ്റെപ്പിന് മേപ്പോട്ട് കയറണം. 160 സ്റ്റെപ്പ് മേപ്പോട്ട് കയറണം. 360 സ്റ്റെപ്പ് മേളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ല. ഇല്ല, നിരാശപ്പെടേണ്ടി വരത്തില്ല. 3-4 വ്യൂ പോയിന്റുകളുണ്ട്. കണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണെല്ലാം. കുടുക്കത്തുപാറയുടെ 125 സ്റ്റെപ്പുകൾ പൂർത്തിയാകുമ്പോൾ നമ്മൾ കാണുന്നത് ഈ 2 പാറകളാണ്. ഈ മുകളിൽ കാണുന്നതാണ് കുടുക്കത്തുപാറ. രണ്ടാമത് കാണുന്നതിന് ഓരോ പാറയ്ക്കും ഇവിടെ ഓരോ പേരുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വാച്ചർമാർ പറയുന്നത്. ചേട്ടാ, എന്താണ് ഈ ഓരോ പാറയുടെയും പേരുകൾ? എങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകത? നമുക്കിപ്പം കയറാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഈ നിൽക്കുന്ന പാറയുടെ മണ്ട വരെ കയറാം. ആ പാറയ്ക്ക് 520 അടി ഉയരമാണ്. ആനപ്പാറ എന്നാണ് ആ പാറയുടെ പേര്. അതിനപ്പുറത്തുള്ളതാണ് കുടുക്കത്തുപാറ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാറയാണെന്ന് പറയുന്നത്. എത്രയുണ്ട്? എത്ര മീറ്റർ ഉയരം? 820 അടി ഉയരമാണ് പറഞ്ഞിരിക്കുന്നത്. 820 അടി തറയുന്നു. 820 അടി ഉയരം പറഞ്ഞിരിക്കുന്നത്. ഇതിന് മുകളിൽ വരെ നമുക്ക് കയറാൻ സുരക്ഷിതമായ വേലികൾ? സുരക്ഷിതമായിട്ട് ഈ ആനപ്പാറയുടെ മണ്ട വരെ കയറാം. മൊത്തം വേലി ഇട്ടിരിക്കുകയാണ്, കമ്പി വേലി ഇട്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇഷ്ടംപോലെ പാറക്കെട്ടുകൾ നമ്മളിങ്ങനെ കാണുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ പാറയേ ഉള്ളൂ, മെയിനായിട്ട് പാറയാണ് ഉള്ളത്. പക്ഷേ ഒപ്പം തിങ്ങി നിറഞ്ഞ മരങ്ങളുമുണ്ട്. തെങ്ങിയ മരം. ഈ മരത്തിനെല്ലാം നല്ല അന്തരീക്ഷമാണ്. ഇപ്പം എല്ലാവരും പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് വരുന്ന സ്ഥലമാണിത്. ഈ നട്ടുച്ചയ്ക്ക് പോലും വലിയ ചൂടൊന്നും ഇവിടെ ചൂടേക്കത്തില്ല. ഈ നടന്നു വരുന്നതിലെ ക്ഷീണമല്ലാതെ വലിയ ചൂടില്ല. ഒരു കുഴപ്പമില്ല. നല്ല അന്തരീക്ഷമാണ് ഇപ്പം. പ്രത്യേകിച്ച് നല്ല വായു. ഇത്രയും മരത്തിൻ്റെ പ്രകൃതി ഭംഗി നമ്മൾ ആസ്വദിക്കുമ്പോൾ ശുദ്ധമായ വായു നമുക്ക് ആസ്വദിച്ച് മടങ്ങിപ്പോകാം. ഒന്നാമത്തെ കാര്യം. സഞ്ചാരികളൊക്കെ ഇവിടേക്ക് വരുന്നുണ്ടോ? കൂടുതലായും സഞ്ചാരികൾ വരുന്നുണ്ട്. ഇപ്പം പിന്നെ ചൂടായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഇച്ചിരി കുറവ് വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഭയങ്കര
ഒരുപാട് സഞ്ചാരികൾ എത്തുന്നുണ്ട്. ആ സഞ്ചാരി ഇന്നലെയൊക്കെ നല്ല ആളായിരുന്നു, ഇന്നലെ മെനഞ്ഞാന്നൊക്കെ നല്ല ആളായിരുന്നു. ഇതിന് മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ദൃശ്യഭംഗി, ഇവിടെ മറ്റെന്തൊക്കെ പ്രത്യേകതകളാണ് നമുക്ക് കാണാനുള്ളത്? നമുക്ക് മേളിൽ ചെന്ന് കഴിഞ്ഞാൽ 4 ജില്ലയുടെ അതിർത്തികൾ കാണാം. ജില്ലയുടെ അതിർത്തിയാണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഈ 4 ജില്ലയുടെ അതിർത്തികൾ കാണാം. പൊന്മുടി കാണാം, ജഡായിപ്പാറ കാണാം. എനിക്കൊന്നു ഈ കൂടുതൽ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യം ഉണ്ടാവില്ല. ഇപ്പം ജഡായുപ്പാറയൊക്കെ വലുതായി ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഈ പാറയുടെ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിലെ കൂടുതൽ ആൾക്കാർക്ക് അറിവില്ലെന്ന് തോന്നുന്നില്ലേ? ഇതിലെ വനത്തിനകത്തായതുകൊണ്ട് പിന്നെ വരുന്ന ഈ തേരിയൊക്കെ കയറുന്ന കാര്യം ഓർക്കുമ്പോൾ ചിലർ ബുദ്ധിമുട്ടും. കാരണം ഇത് സ്റ്റെപ്പുകളാണ്, ഇതെല്ലാം ഓരോ ഈ പടി ഇങ്ങനെ ഓരോന്നും ശ്രദ്ധിച്ച് നമുക്ക് കയറേണ്ടി വരും. അല്ലെങ്കിൽ അത് കാലിൽ തെറ്റിയാൽ താഴേക്ക് പോകും. പക്ഷേ ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് പറ്റിയ യാത്രയാണ്. പക്ഷേ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വലിയ വെയിലൊന്നും ഇത്രയും പാറക്കെട്ട് കയറുമ്പോഴും നമുക്കറിയാൻ കഴിയില്ല. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഈ ഇവിടെയുമായി ബന്ധപ്പെട്ട് കാണും. സ്വാഭാവികമായും ഒരു വാച്ചറാകുമ്പോൾ ഈ ടൂറിസ്റ്റുകളുടെ കൂടെ പലതവണ കയറേണ്ടി വരിക. എങ്ങനെയാണ് ഒരു നല്ലൊരു അനുഭവം എന്താണ് ഉണ്ടായിട്ടുള്ളത്? ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ട്. നമ്മുടെ പിള്ളേരെ കൊണ്ടുവരുമ്പോൾ അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം. അതൊക്കെ ഒരു സന്തോഷകരമായ കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് ചിലപ്പോഴൊക്കെ ഇവിടെ ഈ അറപ്പ് തന്നെ തുമ്പികളൊക്കെ നേരത്തെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇളവി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ 3-4 ട്രിപ്പ് ഞാൻ ഓടിക്കയറേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. 4 ട്രിപ്പ് ഈ പാറ മൊത്തം കയറണം. കയറേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ. പിന്നെ നമ്മുടെ ഒരു ജോലിയല്ലേ, അതുകൊണ്ട് നമ്മൾ ഉഷാറായിട്ട് നമ്മളങ്ങ് ചാടി അങ്ങ് കയറി പോകും. ഒത്തിരി ടൂറിസ്റ്റുകളുടെ സുരക്ഷിതത്വമാണ് നമ്മുടെ ഏറ്റവും നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. വരുന്ന ഓരോരുത്തരെയും നമ്മൾ കെയർ ചെയ്ത് തിരിച്ചു കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ കടമയല്ലേ. അതുകൊണ്ട് നമ്മളവരെ ശ്രദ്ധിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞാണ് വിടുന്നത്. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഓടിപ്പോൾ അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ. എന്നാൽ നമ്മൾ ഓടി കയറി എത്തും. നമ്മൾ കുടക്കത്ത് പാറയിലെ കോൺഫറൻസ് പാറയിലാണ് ഇപ്പോഴുള്ളത്. ഇതാണ് കോൺഫറൻസ് പാറ അല്ലേ? ഇവിടെ എന്നാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ കഴിയും? എന്താണ് ഇതിൻ്റെ ഈ പാറയിൽ നിന്നാണ് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത? അതിൻ്റെ എന്തൊക്കെ വിശേഷങ്ങളാണ് ഇവിടെ? നമ്മൾ ഇവിടെ നിൽക്കുന്ന പാറയ്ക്ക് 350 അടി ഉയരമാണ് ഈ പാറയുടെ ഉയരം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഉഴുപാറ എന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം വനപ്പുറം കഴിഞ്ഞാൽ കുളത്തുപുഴ റോഡാണ്, കൊടുംവനമാണ്. ഇവിടെ നിന്ന് വരെ കൊടുംവനമാണ്. ആ ചരിഞ്ഞ് നിൽക്കുന്ന മരമാണ് ഗന്ധർവൻ പാല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇഷിപ്പാല. ഇന്നത്തെ കഥകളിലൊക്കെ പറയുന്ന പാലാണ്. അത് പൂത്ത് കഴിഞ്ഞാൽ പൂവ് 2 മാസത്തോളം നിൽക്കും. ഇപ്പം തന്നെ നമുക്ക് നോക്കിയാൽ കാണാം, താഴ്വശം എന്ന് കാണാൻ കഴിയില്ല. പൂർണ്ണമായും മരങ്ങളാൽ നിന്ന് വിടും. വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടെ ഒരു 4-5 കിലോമീറ്റർ ഉണ്ട്. അത്രയും വനങ്ങളാണ്, വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഈ വന്യജീവി അക്രമമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ഇവിടെ നിന്ന് അങ്ങനെ വലിയ പ്രശ്നം ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. വന്യജീവിയുടെ ആക്രമണം ഇവിടെ ഉണ്ടായിട്ടില്ല. വിശ്വസിച്ച എല്ലാ സഞ്ചാരികൾക്കും സഞ്ചാരികൾക്കല്ല. കുടുക്കത്തുപാറ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും സൗന്ദര്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. 3 ജില്ലകളും ഒരു സംസ്ഥാനത്തിൻ്റെ അതിർത്തിയും അടക്കം ഈ കുടക്കുത്തുപാറയിൽ നിന്നാൽ നമുക്ക് കാണാൻ കഴിയും. കുടക്കുത്തുപാറയുടെ സൗന്ദര്യം ഒട്ടും ചോരാതെയുള്ള വികസനമാണ് ഇനി ഇവിടെ നടപ്പാക്കേണ്ടത്. നമ്മളെ ഇവിടേക്ക് നയിച്ച ജോയ്ക്കുട്ടി ചേട്ടനും ക്യാമറമാൻ രാജ്കിരനുമൊപ്പം അരുൺ രാജ്, 24.